السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا سيدي يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون. صدق الله العلي العظيم. قال عبد الله بن مسعود رضي الله عنه يقول إن أجمع آية في القرآن في سورة النحل إن الله يأمر بالعدل والإحسان أو كما قال رسول الله. الله سبحانه وتعالى പവിത്രമായ യൗമുൽ ജുമുഅയിൽ, അതും ഹിജ്റ വർഷത്തിന്റെ തുടക്കത്തിൽ ഈ മുഹറം മാസത്തിൽ അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നാം ഏവരെയും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ മുഴുവൻ ആളുകളെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും പരിശുദ്ധമായ ഖുർആനിനെ സ്നേഹിക്കുന്ന ആളുകളാണ്. ആ പരിശുദ്ധമായ ഖുർആനിനെ ഒരു പോറൽ പോലും ഏൽക്കുന്നത് നമുക്കാർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. നമ്മൾ സഹിക്കുകയില്ല. ഉദാഹരണത്തിന്, നമ്മുടെ മുന്നിലിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി പരിശുദ്ധമായ ഖുർആനിനെ നിസാരപ്പെടുത്തുന്ന രീതിയിൽ അതിനെ കരിക്കുകയോ അല്ലെങ്കിൽ അതിനെ മലീനസമാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈമാനുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് സഹിക്കാനാകില്ല. അവൻ പല രീതിയിലുമുള്ള പ്രതികരണങ്ങൾ നടത്തും. എന്നാൽ ആ പരിശുദ്ധമായ ഖുർആനിനെ സുരക്ഷിതമായി ഭദ്രമായി സൂക്ഷിക്കും. നാം ചെറുപ്രായങ്ങൾ മുതൽ പഠിച്ചവരാണ് പരിശുദ്ധമായ ഖുർആനിന്റെ നേരെ കാൽ നീട്ടാൻ പാടില്ല. അതുപോലെ തന്നെ കാല് നീട്ടിയിരുന്ന് ഖുർആൻ ഓതാൻ പാടില്ല. അതൊക്കെ ഒരു സൂഉൽ അദബാണ്, മോശമായ നടപടിക്രമമാണ്. ഇന്ന് നമ്മളിൽ പല ആളുകളും അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഒരിക്കലും ആ ഖുർആനോടുള്ള മര്യാദയല്ല, അതിനോടുള്ള അനാദരവാണ് നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ എഴുതിയ ഒരു ചെറിയ കടലാസാണെങ്കിലും മാലിന്യത്തിൽ കിടന്നാൽ ഉടനെ അതിനെ എടുത്ത് നാം ശുദ്ധമാക്കുന്നു, എന്നാൽ അതിനെ വൃത്തിയാക്കുകയാണ്. നാം നടന്നു പോകുന്ന വഴിയിൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ
ഒരു ഖുർആനിന്റെ ഒരു കഷ്ണം പേപ്പർ നമുക്ക് കിടന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞാനും നിങ്ങളും അത് വളരെ മനോഹരമായ രീതിയിൽ അത് സൂക്ഷിക്കാറുണ്ട്. അതൊരിക്കലും നാം മറ്റുള്ള പേപ്പറുകളെ പോലെ വലിച്ചെറിയാറില്ല. അതിന് കൃത്യമായ രീതിയിലുള്ള ഒരു സൂക്ഷ്മതയും ബഹുമാനവും ആദരവും നാം കൊടുക്കും. അല്ലാതെ അതിനെ ഒരിക്കലും നശിപ്പിക്കുകയില്ല. ആ ഖുർആനിനെ ആരെങ്കിലും അപമാനിക്കാൻ ശ്രമിച്ചു എന്നറിഞ്ഞാൽ ഉടനെ അതിനുള്ള ഒരു പ്രതിഷേധം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകും. എല്ലാം നാം ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഖുർആൻ എത്രത്തോളം നമ്മുടെ ജീവിതത്തിലുണ്ട്? നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്. നാം എല്ലാവരും ലോകത്തേക്ക് വന്ന ശേഷം നമ്മുടെ പ്രിയപ്പെട്ട മാതാവ് നമ്മെ പ്രസവിച്ച് അൽഹംദുലില്ലാ നമ്മുടെ പിതാക്കന്മാരുടെയോ അല്ലെങ്കിൽ കാരണവന്മാരുടെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ നമ്മുടെ വലതു ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇഖാമത്തും കൊടുത്ത് നമ്മെ സുന്ദരമായ രീതിയിൽ ഈ പ്രപഞ്ചത്തിലേക്ക്, ഈ ദുനിയാവിലേക്ക് വലിയ സ്വീകരണം നൽകിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ കാലം മുതൽ പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഖുർആനിന്റെ പരിശുദ്ധമായ ആശയങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഖുർആൻ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അതിന്റെ അക്ഷരങ്ങൾ സംരക്ഷിക്കപ്പെടും പോലെ ആശയങ്ങളും സംരക്ഷിക്കേണ്ടതല്ലേ എന്ന് മഹാനായ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം 114ഓളം അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽ 6666 പരം ആയത്തുകളുണ്ട്. ലക്ഷക്കണക്കിനായ അക്ഷരങ്ങളുണ്ട്. അതുപോലെ ഒരുപാട് വേടുകളുണ്ട്. അതിന്റെ കൃത്യമായ കണക്കുകളെല്ലാം മഹാന്മാരായ മുഫസ്സിരീങ്ങൾ അവരുടെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ആ ഓരോ അക്ഷരങ്ങളിലും വാക്കുകളിലും ആയത്തുകളിലും സൂറത്തുകളിലും ഒരുപാട് ആശയങ്ങൾ ഉണ്ട്. ഈ ആശയങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഞാനും നിങ്ങളും കൊണ്ടുവരുന്നുണ്ടോ, അതിനെ അനുധാവനം ചെയ്യുന്നുണ്ടോ എന്നത് നാം ഒരു അല്പം ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ നാം ചിന്തിച്ച് നമ്മുടെ ജീവിതങ്ങളെ നാം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ ഒരുപാട് മാറ്റത്തിരുത്തലുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഖുർആനിന്റെ രീതിയിൽ പോകട്ടെ, ഞാൻ എന്റെ ശൈലിയിലാണ് പോവുകയുള്ളൂ എന്നാണ് നമ്മുടെയൊക്കെ ഒരു തീരുമാനം. അപ്പോൾ നാം അതിലൂടെ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്, നാം അധംപതിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിത മാതൃകയിലൂടെ നിലനിൽക്കുന്നത് അത് പരിശുദ്ധമായ ഖുർആൻ മനസ്സിലാക്കിയവരാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂല് അവിടുന്ന് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം തന്നെ ഖുർആൻ ആയിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വഭാവം എന്താകണം? നമ്മുടെ നേതാവിന്റെ സ്വഭാവം അത് ഖുർആനാണ് എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും പ്രമാണങ്ങളിലൊക്കെ സ്ഥിരപ്പെട്ട കാര്യമാണ്. ആ റസൂലുള്ളാഹിയുടെ അനുയായികളായ നമ്മുടെ സ്വഭാവം എന്താകണം? വേറെന്തെങ്കിലും ആകാൻ പറ്റും? ആ നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ അവസാന നാളിൽ ഖുർആനിനെ തള്ളിക്കളയുന്നവർ ഉണ്ടാകുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, എന്റെ സമുദായത്തിൽ നിന്ന് അവസാന കാലഘട്ടമാകുമ്പോൾ
പരിശുദ്ധമായ ഖുർആനിനെ തള്ളിപ്പറയുന്നതായ ആളുകൾ ഉണ്ടാകുമെന്ന് ആദരവായ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു. നാം നമ്മുടെ ചെറിയ ചെറിയ ചിന്തകളെ കൊണ്ട് നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് റസൂലുള്ളാഹി പറഞ്ഞത് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണല്ലോ. ഖുർആനിന്റെ നിയമങ്ങൾക്ക് ഒരു വിലയില്ല. ഖുർആനിന്റെ നിയമമാണല്ലോ ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യൽ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യൽ, അയൽവാസികളെ സ്നേഹിക്കൽ, മുഅ്മിനീങ്ങളോടുള്ള ആ പരസ്പര സ്നേഹങ്ങൾ നിലനിർത്തണമെന്നുള്ളത് പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമല്ലേ? ഒരാളെപ്പോലും നീ മോശമായ രീതിയിൽ ചിത്രീകരിക്കാൻ പാടില്ല. ഖുർആനിന്റെ കൽപ്പനയാണ്. നീ മുസ്തഖീമായ വഴിയിലൂടെ സഞ്ചരിക്കണം. അത് ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. പക്ഷേ നമ്മുടെ രീതി എങ്ങനെയാ? നമ്മുടെ ശൈലി എങ്ങനെയാ? നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അവസാന നാളിൽ ഖുർആനിനെ തള്ളിക്കളയുന്നവരുണ്ടാകും എന്ന് റസൂലുള്ളാഹി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിശുദ്ധമായ ഖുർആനിൽ നിന്ന് നാം എല്ലാ ആഴ്ചയും കേൾക്കുന്ന ഒരു ആയത്തുണ്ട്. ഏതാണ് ആയത്തെന്നറിയുമോ? ഇതിന് നമുക്ക് ആയത്ത് കേൾക്കാൻ നേരമുണ്ടോ? ഒന്നല്ലെങ്കിൽ നമ്മളിരുന്ന് ഉറങ്ങും, അല്ലെങ്കിലോ ക്ലോക്കിലേക്ക് സമയം നോക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിലോ വേഗം നിസ്കാരം കഴിഞ്ഞിട്ട് പല ചിന്തയിലായിരിക്കും. എല്ലാ ആഴ്ചയും എല്ലാ മിമ്പറുകളിൽ നിന്ന് എല്ലാ ഖത്തീബന്മാരും കൃത്യമായി പറയുന്ന ഒരായത്തുണ്ട്. ഏതാണെന്നറിയാമോ? സൂറത്തുൽ നഹ്ലിലെ 90-ാമത്തെ ആയത്ത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. ല്ലേ? എന്താ പറയുന്നത്? ആ പരിശുദ്ധമായ ആയത്തിലൂടെ അല്ലാഹു കൽപ്പിക്കുന്ന കാര്യം എന്താണ്? മുഅ്മിനീങ്ങളെ, സമഗ്രമായ ഒരുപാട് ആശയങ്ങളാണ് ആ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമിക പ്രവേശനത്തിന് കാരണമായ ആയത്താണ് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പഠിപ്പിക്കുകയാണ്. ആശയങ്ങളുടെ കലവറയായതിനാണ് ഈ ആയത്ത് തന്നെ ആവർത്തിക്കുന്നത്. എത്രയോ ആയത്തുകൾ വരെ ഓതാനുണ്ട്. ആയത്തൊന്നല്ലല്ലോ. 2 ഖുത്ബ കഴിയുമ്പോൾ എല്ലാം ദുആഇന്റെ അവസാനം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നല്ലേ പറയുന്നത്. ഈ വെള്ളിയാഴ്ച ഖുത്ബയുമായി ബന്ധപ്പെട്ട അവസാനം പറയുന്നത് എന്താ? ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബ എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ സൂറത്തുൽ നഹ്ലിലെ ഈ ആയത്ത് ഒരുപാട് ചരിത്ര സംഭവങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, മഹാനായ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക പ്രവേശനത്തിന് കാരണമായ ആയത്താണ്. ഈ കാരണത്താൽ എല്ലാ ഖത്തീബന്മാരും എല്ലാ വെള്ളിയാഴ്ചയും ഖുതുബയുടെ അവസാനത്തിൽ പാരായണം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഇന്ന അജ്മാഅത്തിൻ ഫിൽ ഖുർആനി ഫീ സൂറത്തിൻ നഹ്ലി ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും സമഗ്രമായ ആയത്ത് സൂറത്തുൻ നഹ്ലിലെ ആയത്താണ്. ഈ ആയത്താണ്. അതിനാലാണ് ഖുർആൻ പഠിക്കാൻ വന്ന എതിരാളികളോട് ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതി കേൾപ്പിച്ചത്. കണ്ടോ? ഖുർആൻ പഠിക്കാൻ വന്ന എതിരാളികളോട് ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതി കേൾപ്പിച്ചത് മഹാനായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, നബിയെ പറ്റി പഠിക്കാൻ അഖ്സം ഇബ്നു സൈഫി തീരുമാനിച്ചു. ഒരു വ്യക്തിയാണ്,
അദ്ദേഹം ഇങ്ങനെ റസൂലുള്ളാഹിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അറബ് ലോകത്തെ വലിയ പണ്ഡിതനും എല്ലാ വിഷയങ്ങളിലും വളരെ അഗാധമായ കഴിവുമുള്ള ഒരാളായിരുന്നു. എന്നാൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ഇറങ്ങിയപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരുപാട് കാര്യങ്ങൾ ലോകത്തേക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. നമുക്കറിയാം ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സൃഷ്ടിപ്പ് തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, മുത്തുനബിയുടെ സൃഷ്ടിപ്പ് തന്നെയാണ്. ഇങ്ങനെ നമ്മൾ ഇരിക്കാനും ജുമാ കൂടാനും ഇബാദത്തുകളുമായി ബന്ധപ്പെടാൻ. എന്നാൽ ആ അഖ്സം ഇബ്നു സൈഫി എന്ന് പറയുന്ന വ്യക്തി നബിയെ കാണാൻ ഇറങ്ങി പുറപ്പെടാൻ അദ്ദേഹത്തിനോട് അനുയായികൾ പറഞ്ഞു, താങ്കളെ പോലുള്ള ഒരാള് നേരിട്ട് പോകുന്നത് ശരിയല്ല അല്ലെ. ഒരു നേതാവ് പോകുമ്പോൾ അനുയായികൾ പറയും, നിങ്ങൾ അങ്ങനെ ഓടിപ്പോണ്ട ആളല്ല, ഞങ്ങൾ ആദ്യം പോയി നോക്കട്ടെ എന്ന് അഖ്സം ഇബ്നു സൈഫിന്റെ അടുക്കലേക്ക് പറഞ്ഞു. ഞങ്ങൾ താങ്കളുടെ ദൂതരായി പോയി സംസാരിച്ചു കൊള്ളാം, മുഹമ്മദിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ താങ്കൾ പറഞ്ഞു തന്നാൽ മതി എന്ന് അനുയായികൾ അഖ്സം ഇബ്നു സൈഫിനോട് പറയുകയാണ്. അപ്പൊ 2 ചോദ്യങ്ങളാണ് അഖ്സം നിർദ്ദേശിച്ചത്. ഒന്ന്, മൻ അൻത. രണ്ടാമത്തത് മാ അൻത. 2 ചോദ്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ? മാ മൻ അന ഫഅന മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് വ അമ്മാമ അന ഫഅന അബ്ദുല്ലാഹി വ റസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം, ഞാൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് എന്നാണ്. ഇതൊക്കെ നമുക്ക് ലോകാവസാനം വരെയുള്ള സത്യവിശ്വാസികൾക്ക് വലിയ മാതൃകയാണ്. നമ്മോട് പേര് ചോദിക്കുമ്പോൾ നമ്മൾ പേരെന്താ പറയുന്നത്? പേരെന്താ? എന്റെ പേര് റഹീം. ആരെങ്കിലും മൂസായുടെ മകൻ റഹീം എന്ന് പറയാറുണ്ടോ? പറയാറില്ല. മുഹമ്മദിന്റെ മകൻ സലീം എന്ന് പറയാറുണ്ടോ? നമ്മളൊക്കെ പറയുന്നെന്താ? പേരെന്താ? എന്റെ പേര് ഇന്നതാണ്. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കാണ്, ഞാൻ ആരാണെന്നല്ല ചോദിച്ചത്, ഞാൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് എന്നാണ്. ഞാൻ എന്ത് എന്നല്ലേ അടുത്ത ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ അല്ലാഹുവിന്റെ അടിമയും ദൂതനുമാണ്. ആരാ പറഞ്ഞത്? നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ. നമ്മളാണെങ്കിലോ, ഞാനല്ലേ, ഞാൻ ഇന്ന സ്ഥലത്ത് നേതാവാ, ഞാൻ ഇന്ന പാർട്ടിയുടെ മെയിൻ ആളാണ് അല്ലേ. നമ്മൾ എവിടെയും നമ്മുടെ സ്റ്റാൻഡേർഡിന് യോജിച്ച രീതിയിൽ നമ്മൾ അങ്ങ് ചെയ്യുന്ന ഒരു പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ വെറും അടിമയാണ്, ഞാൻ ഒന്നുമല്ല. റസൂലുള്ളാഹി പറഞ്ഞത് എന്താണ്? അമ്മ മാ അന ഫഅന അബ്ദുല്ലാഹി വറസൂലുഹു. ഞാൻ അല്ലാഹുവിന്റെ അടിമയും ദൂതനുമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അവിടുന്ന് അഖ്സം ഇബ്നു സൈഫിന്റെ അനുയായികളോട് പറഞ്ഞെങ്കിൽ ഈ പാരമ്പര്യമാണ് നമുക്ക് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കണം. മുസ്ലിമീങ്ങളെ, നാം അതിനെ കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഒരുപാട് അടിസ്ഥാനങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്. നാം മറ്റുള്ള മതവിഭാഗങ്ങളെ പോലെയല്ല, നമുക്ക് വലിയ സ്റ്റാൻഡേർഡ് ഉണ്ട് എന്ന അഡ്രസ് നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. മറ്റുള്ള മതവിഭാഗത്തെ പോലെയല്ല മുസ്ലിമീങ്ങളെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെയാണ്. പരിശുദ്ധമായ ഖുർആൻ നമ്മോട് അടിവരയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നാം എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ന് ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങൾ
അതാ ചർച്ചകളുടെ എല്ലാം അടിസ്ഥാനവും അതിന് കൃത്യമായ മറുപടി കൊടുക്കേണ്ടത് ആരാണ്? അത് മുസ്ലിമീങ്ങളുടെ നിയമമാണ്, മുസ്ലിമീങ്ങളുടെ ശൈലിയാണ്, അല്ലാതെ മറ്റുള്ള ഒരു മതവിഭാഗത്തിനില്ലാതെ. നമുക്ക് എവിടെയും വളരെ മെച്ചത്തോടു കൂടി പറയാൻ പറ്റുന്ന കാര്യമാണ്. ഒരു കോടതിയുടെ നിയമം അത് കൃത്യമായി നിർവഹിക്കപ്പെടുന്നത് കർമ്മശാസ്ത്രമാണ്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് കൃത്യമായ രീതിയിൽ അതിനെ ക്രോഡീകരിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ സ്വത്തുണ്ട്, ഈ സ്വത്തിനെ കൃത്യമായി ഓഹരി ചെയ്യാൻ അത് ശാസ്ത്രമല്ല, അത് ഇസ്ലാമിന്റെ നിയമമാണ്. നാം മനസ്സിലാക്കേണ്ട വസ്തുതകളാണ് അതെല്ലാം. അതുപോലെ തന്നെ ഓരോ സാധനങ്ങൾ നിർമ്മിക്കപ്പെടണം, അത് എങ്ങനെയാണ്, അത് കണ്ടുപിടിച്ചതാരാണ്? നമ്മുടെ പ്രവാചകന്മാരാണ്. ആദ്യം എഴുത്ത്, വായന, ഇങ്ങനെ തുടങ്ങി എഞ്ചിനീയർ, ഡോക്ടർ, എവിടെയെല്ലാം എടുത്തു നോക്കിക്കോ ഇവിടത്തിന്റെ ഉത്ഭവം മഹാന്മാരായ പ്രവാചകന്മാരാണ് എന്നതാണ് നമുക്കുള്ള ഏറ്റവും വലിയ സന്തോഷം. ഖുർആൻ എടുത്ത് പരിശോധിക്കുമ്പോൾ കാണാം ഇബ്രാഹിം നബിയെ കുറിച്ച്, നൂഹ് നബിയെ കുറിച്ച്, യൂസുഫ് നബിയെ കുറിച്ച്, ഇങ്ങനെ ഓരോ പ്രവാചകന്മാരുടെയും ആ കൃത്യമായ ഇടപെടലുകൾ ലോകാവസാനം വരെ നിലനിൽക്കുകയാണ്. ഇനി അതിനെയൊക്കെ മാറ്റിമറിക്കണമെന്ന് വിചാരിച്ചാൽ ലോകം അവസാനിക്കണം. നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ വലിയ പ്രൊഫസറാണ്, ഞാൻ വലിയ അഡ്വക്കേറ്റ് ആണെന്നല്ല റസൂലുള്ളാഹി പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, ഞാൻ റസൂലാണ്, നബിയുടെ ആ മറുപടിയെങ്കിൽ നാം ഇതാണ് ഫോളോ ചെയ്യേണ്ടത്. പിന്നീട് അവർക്ക് ഈ ആയത്ത് ഓതി കേൾപ്പിച്ചു. ഏതായത്ത്? നാം ഇപ്പോൾ ഇവിടെ ഓതിയ ആയത്തുണ്ടല്ലോ, ആ ആയത്തുകൾ ഓതി കേൾപ്പിച്ചു. അവർ അത് ആവർത്തിച്ച് നബിയെ കൊണ്ട് ഓതിപ്പിക്കുകയും പഠിക്കുകയും ചെയ്തു. തിരിച്ചു വന്ന് അഖ്സമിന്റെ അടുക്കൽ ഓതി കേൾപ്പിച്ചു. അത് കേട്ടപ്പോൾ അഖ്സം പറയുകയാണ്, ഇന്നി അറാഉ യഅ്മുറു ബിമകാരിമിൽ അഖ്ലാഖി വയൻഹാ അൻ മലായിമിഹാ ഫകൂനു ഫീ ആദൽ അംരി റൂസൻ വലാ തകൂനു അദ്നാബാ. മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഇബ്നു കസീർ എന്ന് പറയുന്ന ആ തഫ്സീറിന്റെ ഗ്രന്ഥത്തിൽ വിഷയം പറയുന്നുണ്ട്. എന്താണ് അഖ്സം പറഞ്ഞത്? അദ്ദേഹം പറയാണ്, അദ്ദേഹം സൽസ്വഭാവങ്ങൾ കൽപ്പിക്കുകയും ദുൽസ്വഭാവങ്ങളെ തടയുന്നതുമായി ഞാൻ മനസ്സിലാക്കുന്നു. ആര്? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഒരു രാജ്യത്തിന്റെ രാജാവിനോട്, പ്രധാനമന്ത്രിയോട്, ആഭ്യന്തരമന്ത്രിയോട് വന്ന് ഒരാൾ ചോദിക്കുമ്പോൾ ഞാൻ മന്ത്രി എന്നല്ലേ പറയുള്ളൂ. റസൂലുള്ളാഹി പറഞ്ഞത് എന്താ? ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, ദൂതനാണ് എന്ന് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങ് പറഞ്ഞപ്പോൾ അഖ്സം അവിടെ നിന്ന് പറയുകയാണ്, അനുയായികളെ, നാം ഉദ്ദേശിക്കുന്ന ആളല്ലാട്ടോ. സൽസ്വഭാവങ്ങൾ കൽപ്പിക്കുകയും ദുസ്വഭാവങ്ങളെ തടയുന്നതുമായി മുഹമ്മദിൽ നിന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. എന്നാൽ ഫകൂനു ഫി ഹാദൽ അംരി റൂസൻ വലാ തകൂനു അദ്നാബാ. എന്നാൽ ഈ മതത്തിന്റെ നേതാക്കളായി നിങ്ങൾ മാറണം. അനുയായികളോട് ബഹുമാനപ്പെട്ട അഖ്സം ഇബ്നു സൈഫി, അദ്ദേഹം ആദ്യം മുസ്ലിം അല്ലായിരുന്നു. ഈ ഒറ്റ കാരണത്തിന്റെ പേരിൽ പരിശുദ്ധമായ ദീനിനെ മനസ്സിലാക്കി ദീനിലേക്ക് കടന്നു വന്നെങ്കിൽ നേതൃത്വങ്ങൾ അങ്ങനെ ആകണം. മുഹമ്മദ് റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയാണ്, നേതൃത്വങ്ങൾ അങ്ങനെയാകണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ കൽപ്പിക്കുകയാണ്, ഈ മതത്തിന്റെ നേതാക്കളായി നിങ്ങൾ മാറണം.
നിങ്ങൾ വാലികളാകരുത്, നിങ്ങൾ വാലികളാകരുത്. വലാ തകൂനു അദ്നാബാ, നിങ്ങൾ വാലികളാകാൻ പാടില്ല, നേതൃത്വങ്ങളായി മാറണമെന്ന് മഹാനായ അഖ്സം ഇബ്നു സൈഫി അദ്ദേഹത്തിന്റെ അനുയായികളോട് പറഞ്ഞെങ്കിൽ ഒരൊറ്റ പ്രവാചകന്റെ ആ റൂട്ട് മനസ്സിലാക്കി ഇസ്ലാമിനെ മനസ്സിലാക്കിയെങ്കിൽ നമ്മളും അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നന്മ മനസ്സിലാക്കി തിന്മയെ വേർതിരിച്ച് മനസ്സിലാക്കുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ